നാരായണ, എന്തൊരു ചൂട്! ഈ വണ്ടിയിൽ എ സി ഇല്ലേ? നാളെ മുതൽ എല്ലാ വണ്ടിയും എ സി ചെയ്യണം. നീ ബാങ്കിൽ പോയിട്ട് വരൂ. Oh, bloody, there's no waiting. Sorry for the delay. Please sit down. Hello, Mr. Vyas speaking. Hey, Mr. നിങ്ങോട് പറഞ്ഞില്ലേ ഡേറ്റ് ഇല്ല എന്ന്, പിന്നെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? What in nuisance? CNR ഫിലിംസ് കൺഫേം ചെയ്യാമെന്ന്. Oh, please one moment. നോക്കട്ടെ. മാർച്ച് 7 മുതൽ 14 വരെ ചാനൂറ്റുണ്ടല്ലോ. ഡയറക്ടറെ കാണിച്ചിട്ട് മാർച്ച് 15 മുതലാണ്. സാർ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരണം. മിസ്റ്റർ നിങ്ങളോട് 100 തവണ പറഞ്ഞില്ലേ, 86 ഡിസംബർ ഇസ് നോ ഡേറ്റ്. കോൾ ഷീറ്റ് നിൽ. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ? കൺസൾട്ട് ചെയ്യാനോ? കൃഷ്ണ ശർമ്മ ഞാൻ ആലോചിക്കട്ടെ. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സൂപ്പർ സ്റ്റാർ. എല്ലാം ദൈവനിശ്ചയം. യു ആർ കറക്റ്റ്. സാറെന്താ ഇവിടെ ഇരുന്നത്? അകത്തെ തിരക്കിനിടയിൽ ഞാനും കൂടെ വന്ന് ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി. തെക്കേ ഇന്ത്യയിൽ എല്ലാ സിനിമാക്കാരും ബഹുമാനിക്കുന്ന അങ്ങേപ്പുള്ള പ്രൊഡ്യൂസർ എനിക്ക് ശല്യാവുകയോ? സാർ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ലല്ലോ. വിളിച്ചാ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ദാസിന് തിരക്കല്ലേ? നമ്മുടെ പടത്തിന് റിലീസ് ഡേറ്റ് കൊടുത്തു. ഇനി ക്ലൈമാക്സ് ഫൈറ്റ് ബാക്കിയുണ്ട്. വാസു സാർ, സാറിന്റെ ഡേറ്റ് കൊടുത്തല്ലോ. ഇന്ന് 92. അല്ല, ഒന്ന് ഓർമ്മിപ്പിച്ചു മാത്രം. സാറിന്റെ കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പൊ ഞാൻ 9 മണിക്ക് അവിടെ എത്തിക്കോളാം. ഔട്ട്ഡോർ ആണ്, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോക്കാം. എനിക്ക് പോകാൻ ഇപ്പൊ കൃഷ്ണദാസിന്റെ സമയമാണ്. സിനിമയല്ലേ, ഉള്ള സമയം വെച്ച് കാച്ചിക്കോളാം. സാർ വരുന്നോ? ഇല്ല, നമ്മുടെ വയസ്സെന്താ ഇവിടെ കിടപ്പുണ്ട്. 25 വർഷത്തെ നിരന്തരമായ സേവനത്തിന് ശേഷവും അവൻ ഫസ്റ്റ് ക്ലാസ് കണ്ടീഷനില്ല. ഇവന് നാവുണ്ടായിരുന്നെങ്കിൽ ഇവൻ കോടമ്പക്കത്തെ പല കഥകളും പറയായിരുന്നു. അതൊക്കെ പഴയ കഥ. ഇപ്പൊ വയസ്സായി പോയില്ലേ. അമ്മ ഇതന്നെ വീട്. സിനിമാ നടൻ കൃഷ്ണദാസ് സാറല്ലേ പോയത്? ആമാ. എങ്ങോട്ടാ പോയത്? பெரியவங்க சமாஜம் எனக்கு எப்படி தெரியும்? எங்கேயோ ஷூட்டிங்னு போயிருக்கு. அவங்க செக்ரட்டரி உள்ள இருக்கு, அவருக்கு தான் தெரியும். I am Mr. Vyas, secretary of superstar Mr. Krishna Das. It's okay? साहब, आपके मिलने के लिए एक लड़की बाहर गड़ा हुआ. Oh, हम किसी से कम नहीं. रोटी कपड़ा मकान. तुम आओ, इससे इधर से भरूंगा. जी. जी मुंह. What a नष्टम, what a. Hello, exchange ले. Ali सुनतो. Oh, engaged आईडी. Oh, no problem, no problem. Okay, 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 okay. വാസു, Oh. കൃഷ്ണേട്ടൻ സാരിപ്പെട്ടു പോയി. എപ്പോ വരും? പറയാൻ പറ്റൂല. വാസുവിനെ മനസ്സിലായില്ലേ? ഓർമ്മിക്കുന്നില്ലല്ലോ. ഓർമ്മിക്കുന്നില്ലല്ലോ. എന്തു വേണം? കൃഷ്ണേട്ടനെ കാണണം. സഹായത്തിനായിരിക്കും. നിങ്ങളെ പോലുള്ള ആളുകൾക്ക് സഹായം കൊടുത്തു ഞങ്ങൾ മരിച്ചു. വാസു, അത് എന്റെ പയ്യ പേര്. ഇപ്പോൾ I am Mr. Vyas. കൃഷ്ണേട്ടൻ വരാൻ വൈകുമോ? പറയാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ? വരുന്നത് വരെ ഞാൻ ഇവിടെ ഒന്നിരുന്നോട്ടെ. ഇവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റൂല. ഇവിടെ വലിയ വലിയ ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. പ്ലീസ് പൊട്ടു പോകൂ. പറഞ്ഞു കേട്ടില്ലേ? പൊട്ടു പോകൂ. പരമേശ്വര,
വാസിസ്ഥാന്റെ മോർണിംഗ് ഡിന്നർ ഏറ്റുവേക്കൂ. Yes, I am coming. സൂപ്പർ നടിയിൽ ഇരിപ്പ് വേണ്ടില്ലേ, ഞാൻ ചെന്നിട്ട് വരാം. വെരി ഗുഡ് മാസ്റ്റർ, ഫസ്റ്റ് ക്ലാസ്. Fantastic. തനി ഇന്ത്യ സ്റ്റൈലാ. ഏത് മ്യൂസിക്കിനും ഇതേ സ്റ്റെപ്പിട്ട് മാസം തുള്ളാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ, ഇനിയെങ്കിലും ഒന്ന് കൂടെ വല്ല പുതിയ സ്റ്റെപ്സ് മാസ്റ്ററെ? സ്റ്റെപ്പ് അറിയാഞ്ഞിട്ടല്ല, നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഇട്ടാൽ ഡയറക്ടർ സാറിന് പിടിക്കില്ല. സ്റ്റെപ്പ് അറിയാവുന്ന ഒരൊറ്റ ഡയറക്ടേഴ്സ് ഇൻഡസ്ട്രി ഇല്ല. പുതിയ വല്ല നമ്പർ ഇടും മാസ്റ്ററെ, സാറ് പറഞ്ഞു കേട്ടില്ലേ? ഒരു ചേഞ്ച് ഇരിക്കട്ടെ മാസ്റ്ററെ. പർവ്വതം റെഡി. ഒരു രക്ഷയില്ല. டான்ஸ் ஒன்னும் தெரியாது, ஆனா ரொம்ப பாவம். He's nice and funny. പർവ്വതം കലക്കണം, ഒരു ഡിസ്കോ അടിച്ചളയാ. സൗണ്ട്. ആ 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. എങ്ങനെയുണ്ട് ഡിസ്കോ? നേരെ ചൊവ്വേ ചെയ്യണം. ആ ഗോവിന്ദ ചോറ. എന്നാ പർവ്വതം നീ കുടിക്ക. കൃഷ്ണേട്ടാ,
പാർവതി പാർവതി എപ്പോ വന്നു? കാലത്ത്. കാലത്തോ? എന്താ ഇവിടെ വന്നത്? അകത്ത് കയറി ഇരിക്കായിരുന്നില്ലേ? വാസുവിനെ കണ്ടില്ലേ? പുറത്തിരിക്കാൻ പറഞ്ഞത് വാസുവാണോ? പാർവതി ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? പാർവതി അകത്തേക്ക് വരൂ. ഞാൻ എവിടെയോ വരൂ. വാസു, എടാ വാസു, എടാ എന്റെ വീട്ടിൽ കയറി വന്ന പാർവതിയെ നീ പുറത്തിരുത്തിയല്ലേ? എത്ര വലുതായാലും കഴിഞ്ഞൊന്നും മറക്കരുത്. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ പാർവതിയെ. ഞാൻ പാർവതിയോട് മലയാളത്തിൽ പറയടാ. അല്ല, പഴയ പല പരിചയക്കാരും സഹായം അന്വേഷിച്ച് വരാറില്ലേ? അതുകൊണ്ടാ. ആ പേരിൽ നീ പാർവതി ഉൾപ്പെടുത്തിയല്ലേ? എത്രയോ വർഷം അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചവരാടാ നീയും ഞാനും. അതൊക്കെ നീ മറന്നല്ലേ? പോണം. ആ, പാർവതിക്ക് പോയി ഭക്ഷണം എടുത്തു കൊടുക്കൂ. പരമേശ്വര. പരമേശ്വര. പരമേശ്വരനോടല്ല, നിന്നോടാ പറഞ്ഞത്. ഞാനും. പാർവതി മുകളിലേക്കല്ലോ. പോകാൻ വിളിച്ചോണ്ട് പോകാൻ. ചെല്ലു. വരൂ. എന്താ മിസ്റ്റർ ദാസ്? തൊഴിലായി പോയില്ലേ? ചെയ്യുന്ന തൊഴിൽ ഏതായാലും ആത്മാർത്ഥ വേണമെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ആ ടീച്ചർ എന്തേ? അമ്പലത്തിൽ പോയിരിക്കുക. പാർവതി പോയില്ലേ? വലിയ ഭക്തികാരിയല്ലേ? എന്താ പോകാത്ത? പോയില്ല. എന്താ? എന്താ ദാസ്? സോറി സാർ, ഞാൻ അല്പം അപ്സെറ്റ് ആയിപ്പോയി. ദാസിന് ഒരിക്കലും ദേഷ്യമൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇന്ന് ആദ്യമായിട്ട് കാണുകയാണ്. ഏതാ പെൺകുട്ടി? ആ പെൺകുട്ടി ഈ ജോലിയെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. എത്ര ഇന്റർവ്യൂ കഴിഞ്ഞു. നല്ലവണ്ണം പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് പോമോളെ. പോയി വരട്ടെ അമ്മേ. എന്റെ ഗുരുവായൂരപ്പ. BA-ക്ക് എക്കണോമിക്സ് ആയിരുന്നു മെയിൻ അല്ലേ? അതെ സാർ. പാർവതിക്ക് ജോലി തരാം, പക്ഷേ മാനേജ്മെന്റിന്റെ നിയമപ്രകാരം 10,000 രൂപ ഡെപ്പോസിറ്റ് നൽകണം. അത്രയും രൂപ തരാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. അച്ഛൻ എന്ത് ജോലിയാണ്? സിനിമയിൽ സ്റ്റണ്ട്മാൻ ആയിരുന്നു. ഒരു തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ കുതിരപ്പുറത്തുനിന്ന് വീണ് മരിച്ചുപോയി. ഓ, ഐ എം സോറി. സിനിമ ഷൂട്ടിംഗ് ഇടയിലല്ലേ മരിച്ചത്? കോമ്പൻസേഷനായി നല്ലൊരു തുക കിട്ടിക്കാണുമല്ലോ. അതൊക്കെ സിനിമയ്ക്ക് പുറത്തുള്ളവരുടെ വിചാരമാണ്. അച്ഛൻ മരിച്ചപ്പോ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഒരു വർഷം കഴിഞ്ഞപ്പോ സ്റ്റണ്ട് യൂണിയനിൽ നിന്ന് കുറച്ച് സഹായം ലഭിച്ചു. അത്രമാത്രം. അപ്പോ പാർവതിയുടെ അമ്മ?
കോടമ്പക്കത്ത് കേരള സമാജം സ്കൂളിലെ ടീച്ചറാണ്. ഞങ്ങൾക്ക് മറ്റാരുമില്ല. എനിക്ക് ഈ ജോലി ഞാൻ സഹായനാണ്. മാനേജ്മെന്റിന്റെ തീരുമാനപ്രകാരം ഡൊണേഷൻ വാങ്ങിക്കൊണ്ട് നിയമിക്കാനാവും. ഹലോ.